ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് വന്നേക്കുന്നത് നമ്മളെ സ്ലോവാക്കിയയിലെ സ്റ്റുഡൻസിൻ്റെ ട്രാവൽ ബെനിഫിറ്റിനെ കുറിച്ച് സംസാരിക്കാനായിട്ടാണ്. അപ്പം മെയിനായിട്ട് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ബസ്, ട്രെയിൻ ഈ രണ്ട് ട്രാവൽ മാർഗ്ഗങ്ങളാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരുപാട് ഡിസ്കൗണ്ടുകളുണ്ട്. അപ്പം അത് സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ വേറൊരു മെയിനായിട്ടൊരു കാര്യം ആദ്യമേ പറയാം. നിങ്ങൾ സ്റ്റുഡൻ്റായിട്ട് വരുമ്പോൾ നിങ്ങളുടെ ഏജ് 25 മുകളിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടത്തില്ല, ഈ ഒരു കൺസെഷൻ കിട്ടത്തില്ല. കാരണം എനിക്ക് കിട്ടുന്നില്ല, എൻ്റെ ഏജ് എബോവ് 25 ആയതുകൊണ്ട്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഇവിടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം കോളേജിൽ നിന്ന് പ്രൊവൈഡ് ചെയ്ത് തരുന്നൊരു കാര്യമാണ് ഈ സാധനം. അതായത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ID കാർഡ് എന്ന് പറഞ്ഞൊരു ഐസ് കാർഡ് നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇതിനകത്ത് നമുക്ക് എന്താ പറയുക, ബസ്, ട്രാം ഇത് രണ്ട് യൂസ് ചെയ്യാനായിട്ടുള്ള ടിക്കറ്റ് നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റും. നമ്മൾ നോർമലായിട്ട് ഇവിടെ ഒരു ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ 30 മിനിറ്റിലേക്ക്, ഇവിടെ ഇങ്ങനെ സോൺ തിരിച്ചാണ് വെച്ചേക്കുന്നത്. അപ്പം 30 മിനിറ്റിലേക്ക് ഒരു ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1.20 ആവുന്നുണ്ട് നോർമലായിട്ട് ടിക്കറ്റ്. അത് സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ 60 സെൻറ്റ് വരുന്നുണ്ട്. അത് 30 മിനിറ്റിലേക്കാണ്. ഒരു വർഷത്തേക്ക് 130 യൂറോ കൊടുത്ത് നമ്മളൊരു കൺസെഷൻ ടിക്കറ്റ് ടോട്ടലി ഒരു ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ റീചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഈ രണ്ട് സോണിനകത്ത്, ബ്രാറ്റിസ്ലാവയുടെ തന്നെ മെയിൻ രണ്ട് സോണിനകത്ത് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം. ഫ്രീ ആയിട്ട് മീൻസ് അൺലിമിറ്റഡ് ആയിട്ട് ട്രാവൽ ചെയ്യാം. ഒരു വർഷത്തേക്ക് 130 യൂറോയെ ചാർജ് വരുന്നുള്ളൂ. നമ്മൾ അഥവാ ചെക്കർ കയറി കഴിഞ്ഞാലും ഈ ഒരു കാർഡ് കാണിച്ചാൽ മതി, അവരിത് സ്കാൻ ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് റീഡ് ആയിക്കോളും. നമുക്ക് വേറെ ടിക്കറ്റോ കാര്യങ്ങളോ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതാണ് ഒന്നാമത്തെ കേസ്. പിന്നൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനാണ്. ട്രെയിനിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുക, ഈ ഒരു IC കാർഡ് കൊടുക്കുക, നമ്മുടെ പാസ്പോർട്ട് കൊടുക്കുക. അപ്പോൾ അവർ നമ്മുടെ ഏജും കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്നാണോ നമ്മുടെ, അതായത് ഏജ് 25 അത് കഴിഞ്ഞത് എന്നാണോ അതുവരെ ആ ഒരു റേഞ്ച് അനുസരിച്ച് നമുക്ക് ഇതുപോലൊരു കാർഡ് അടിച്ച് തരും. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് എടുക്കാം. അതായത് ഈ IC കാർഡ് ഉപയോഗിച്ച്, ഈ IC കാർഡ് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ എല്ലാ ഡിസ്കൗണ്ട് ടിക്കറ്റുകളും എടുക്കുന്നത്. അപ്പോൾ ഈ ടിക്കറ്റ് എടുക്കുമ്പോൾ ഇതിനകത്ത് ഓൾറെഡി ടിക്കറ്റ് എടുക്കാം, പക്ഷേ പേയ്മെൻ്റ് ഒന്നും അടയ്ക്കേണ്ടി വരത്തില്ല. നമ്മൾ ആ ടിക്കറ്റ് എടുത്തുകൊണ്ട് നമുക്ക് ലോക്കൽ ട്രെയിനുകളിൽ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാം. ഇതിന് ഏകദേശം 50 സെൻറ്റ് മാത്രമേ ഈ ഒരു കാർഡിനായിട്ടുള്ള എമൗണ്ട് വരുന്നുള്ളൂ. അത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്രിൻറ്റിങ് ചാർജ് എന്തോ ആണ്. ബാക്കിയല്ലാതെ യാതൊരുവിധ പേയ്മെൻറ്റുകളും നമുക്ക് ലോക്കൽ ട്രെയിനുകളിൽ, എക്സ്പ്രസ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ട്രെയിനിന് പൈസ കൊടുക്കണം. ബാക്കി എല്ലാത്തിനും ഈ ഒരു എമൗണ്ടേ ആവുന്നുള്ളൂ. ഈ രണ്ട് കാർഡ്, അതായത് സ്റ്റുഡൻസിന് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ബസ്, ട്രെയിൻ, നമുക്കിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ, കോളേജിലോ അതെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബസ്, ട്രെയിൻ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് സ്ലോവാക്കിയയിലെ സ്റ്റുഡൻസിൻ്റെ മറ്റൊരു ബെനിഫിറ്റ്. സോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സൈനിങ് ഓഫ് യുണീക് ഫെദർ.